അങ്ങനെ BSP എന്ന പാർട്ടി ചരിത്രമായി. 1984 കാൻഷിറാം എന്ന ദളിത് നേതാവ് രൂപീകരിച്ച പാർട്ടി. കാൻഷിറാമിന്റെ എല്ലാമെല്ലാമായ മായാവതി മുഖ്യമന്ത്രിയായി മാറി. പിന്നീട് അങ്ങോട്ട് മായാവതിക്ക് പിഴച്ചു ചുവടുകൾ. അഴിമതിയുടെ കഥകൾ കേട്ടു ഉത്തർപ്രദേശിലെ ജനങ്ങൾ. ദളിതരുടെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാരുടെയും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരുടെയും പാർട്ടിയായി BSP മാറി. കേരളത്തിൽ പോലും BSPക്ക് യൂണിറ്റുകളും കമ്മിറ്റികളും ഒക്കെ ഉണ്ടായി. BSP ഇന്ത്യയുടെ ദളിത് മുഖമായി മാറിയെങ്കിലും മായാവതിയുടെ അഴിമതികൾ, മായാവതിയുടെ സ്വജനപക്ഷപാതം ഒക്കെ BSPയെ അതിവേഗം തകർത്തു. അധികാരത്തിനു വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ മായാവതി തയ്യാറായി. കോൺഗ്രസുമായി കൂട്ടുകൂടി, സമാജ്വാദി പാർട്ടിയുമായി കൂട്ടുകൂടി, ഇങ്ങനെ പല ശ്രേണികളിൽപ്പെട്ട പാർട്ടികളുമായി കൂട്ടുകൂടി മായാവതി. ഒരു ഘട്ടത്തിൽ BJPയുമായും കൂട്ടുകൂടി അവർ. ഇപ്പോൾ അവർക്ക് അനിവാര്യമായ തകർച്ച സംഭവിച്ചിരിക്കുന്നു. കാൻഷിറാമിന്റെ മരണശേഷം കാൻഷിറാമിന്റെ ബന്ധുക്കൾ മായാവതിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതും ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചതും ഒക്കെ ചരിത്രം. എന്തായാലും BSPക്ക് ഇപ്പോൾ ദേശീയ പദവി പോയിരിക്കുന്നു. ഇപ്പോൾ ദേശീയ പദവിയുള്ള പാർട്ടികൾ BJPയും കോൺഗ്രസും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും CPMും ആം ആദ്മി പാർട്ടിയുമാണ്. BSP ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSP നേടിയത് വെറും 2.4% വോട്ട്. അതോടെ BSPയുടെ ചിഹ്നവും പോയിരിക്കുന്നു. ആനയാണ് BSPയുടെ ചിഹ്നം, കരുത്തുള്ള ആന. ദളിതരെ മുഖ്യധാരയിലെത്തിക്കാൻ കാൻഷിറാം രൂപീകരിച്ച പാർട്ടി മായാവതിയുടെ കയ്യിലെത്തിയപ്പോൾ അഴിമതി പാർട്ടിയായി മാറി. സ്ഥാനത്തിനു വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ മായാവതി തയ്യാറായി. ഇപ്പോൾ BSP നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു UPയിൽ. BSPയുടെ പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കളും ഒക്കെ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോകുന്നു. കുറെ പേർ സമാജ്വാദി പാർട്ടിയിലേക്കും പോകുന്നു. മായാവതി ഒറ്റപ്പെട്ടിരിക്കുന്നു. തനിക്കൊരു പിൻഗാമിയെ കണ്ടെത്താൻ മായാവതിക്ക് കഴിഞ്ഞിട്ടില്ല. മായാവതിക്ക് ഒരുപാട് കൗടില്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരിയുടെ ശക്തമായ മെയ്വഴക്കം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പിന്നീട് അവരെ പിന്തുടർന്ന് ഒരു തലമുറ ഇല്ലാതായിപ്പോയി. BSPയെ അധികാരത്തിലെത്തിക്കാൻ ശക്തമായ കൈകൾ അവർക്ക് ഇല്ലാതായിപ്പോയി. അവരിൽ നിന്ന് ഏറ്റുവാങ്ങി BSPയെ നയിക്കാൻ ഒരാളില്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ BSP നേതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, മായാവതിയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. മായാവതിയുടെ കൂടെ നിന്നിട്ട് ഇനി ഒരർത്ഥവുമില്ല. UPയിൽ ഒരൊറ്റ ലോക്സഭാ സീറ്റിൽ പോലും BSP വിജയിച്ചില്ല. മുമ്പ് കേരളത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BSP മത്സരിച്ചിരുന്നു. കേരളത്തിൽ പല പ്രമുഖരും BSPക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്, ദളിതർ. പക്ഷേ അവരെല്ലാവരും പിന്നീട് മായാവതിയെ കൈയൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒരു പാർട്ടി കൂടി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക്. ഒറ്റപ്പെട്ട മായാവതിക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല. കൂടെ നിന്നവരെല്ലാവരും കോൺഗ്രസിലേക്കും കുറച്ചുപേർ സമാജ്വാദി പാർട്ടിയിലേക്കും ഒക്കെ പോയിരിക്കുന്നു. മാത്രമല്ല ദളിതരുടെ മുഖമായി ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആർമി പാർട്ടി വന്നിരിക്കുന്നു. ചന്ദ്രശേഖർ ആസാദിന്റെ ഭീം ആർമി പാർട്ടി BSPക്ക് കനത്ത തിരിച്ചടിയാണ്. ചിഹ്നവും പോയി, ദേശീയ പദവിയും പോയി. BSP ഒന്നുമല്ലാതായി മാറി. എല്ലാ അധികാരമോഹികൾക്കും പറ്റുന്ന സ്വാഭാവികമായ തകർച്ച. അതാണ് മായാവതിക്ക് സംഭവിച്ചത്.